ഇതിനകത്ത് എന്താ നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ ഉദ്ദേശിച്ച ഒന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിച്ചാണോ നമുക്ക് നോക്കാം. ദെൻ ഫ്രണ്ട്സ് ഞാൻ തുറക്കാൻ പോവാണ്, നിങ്ങൾ കണ്ടു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു TTM വോയിസ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഡിലേ ആയിപ്പോയി, എല്ലായിടത്തും സോറി. അപ്പോൾ നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഫ്രണ്ട്സ്. കാരണം എൻ്റെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം. അതായത് ഫ്രണ്ട്സ്, നമ്മൾ കറൻ്റ് ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ കൂടുതലും എല്ലാവരും റബ്ബർ പന്തിന് പകരം തന്നെ സിന്തറ്റിക് ബോളാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ല, ഇപ്പോൾ പുത്ത സിന്തറ്റിക് ബോളാണ്. അപ്പം പലർക്കും എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, ഈ സംഭവത്തിൻ്റെ അകത്ത് എന്താണ്. അതായത് ഈ സിന്തറ്റിക് ബോൾ നല്ല കട്ടികളാട്ടോ, ഇതിന് ഏകദേശം പ്രൈസ് 100 രൂപ 150 രൂപ റേഞ്ചൊക്കെ വരും. ഇതെന്തായാലും 100 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം? കണ്ടില്ല ഫ്രണ്ട്സ്, ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഈ നല്ല കട്ടിയുള്ള നോക്കി നെക്കിയെ നോക്കിയിട്ട് നെങ്ങുന്നില്ല. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് എന്താണ്? പൊള്ളയാണോ അതോ എന്തെങ്കിലും കട്ടിയുള്ള റബ്ബറായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു വെറൈറ്റി എക്സ്പെരിമെൻ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ. പിന്നെ ബെല്ലൈക്കൻ അടിക്കാത്തവരല്ല ബെല്ലൈക്കൻ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ ആക്സൽ ബ്ലേഡ് ഉണ്ട്. ആക്സൽ ബ്ലേഡ് ഇട്ടേ മുറിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. കാരണം പിച്ചാത്തി എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഭയങ്കര കട്ടിയാണ്, നല്ല കട്ടിയാണ്. നോക്കി ഫ്രണ്ട്സ്, നിൽക്കുമെന്ന് അറിയാം, നല്ല കട്ടിയുള്ള ബോളാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ജസ്റ്റ് മുറിക്കാം. ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് കൈ വെച്ചൊന്ന് മുറിച്ച് നോക്കട്ടെ. മുറി വന്ന് സെൻറ്ററിൽ ഒരു പോർഷൻ ഉണ്ട്, വെട്ട് പോർഷൻ, അവിടെ വെച്ച് മുറിക്കാനായിരിക്കും എളുപ്പം. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് ന്യൂസ്, അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അത് ക്ഷമിക്കുക കേട്ടോ. ആ സംഭവം സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. യെസ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇച്ചിരി പാടുപെടേണ്ടി വരും, എന്നാലും നമ്മളിത് മുറിച്ചെടുത്തിരിക്കും. ചെറിയൊരു പാട് വീണിട്ടുണ്ടേ. ഇപ്പോൾ നോക്കിയേ, ചെറിയൊരു പാട് ഇത്രയും കയറിയിട്ടുണ്ടേ, ഇത്രയും കയറിയിട്ടുണ്ട്. നമുക്കിനി മാക്സിമം കുറേ ഓടിച്ച് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നോക്കിയ ഫ്രണ്ട്സ്, ഇത്രയും ഞാൻ മുറിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ചെറിയ അബദ്ധം പറ്റി. കാരണം ഈ ഒരു ആക്സൽ ബ്ലേഡിൻ്റെ ഇത് സ്റ്റാൻഡുണ്ട് ഫ്രണ്ട്സ്. സ്റ്റാൻഡെന്നല്ല, ഈ ആക്സൽ ബ്ലേഡ് ഇങ്ങനൊരു റോ ബോൾ സാധനമുണ്ട്, അത് വാങ്ങിക്കാൻ മറന്നു. അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇച്ചിരി പെട്ടെന്ന് എളുപ്പം മുറിക്കായിരുന്നു. എന്തായാലും ഞാൻ ഒന്ന് മാക്സിമം ട്രൈ ചെയ്യുവാണ്. ഇത് പറ്റൂല്ലോ എന്നും ഏകദേശം കുറേയൊക്കെ ആയി കേട്ടോ. എന്തായാലും നമ്മളിത് മുറിച്ചിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, മഴ ഇടി വെട്ടുന്നുണ്ട്, നല്ലതായിട്ട് അന്തരീക്ഷമൊക്കെ മൂടിയിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടിങ്ങിന് മഴ പണി തരാതിരുന്നാൽ മതി. പ്രാർത്ഥിക്കുകയാണ്, മഴ പണി തന്നാൽ എല്ലാ സീനാവും. നല്ലതായിട്ട് മേഘം കറുത്തിട്ടുണ്ട്. നമ്മൾ വെളിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഇത് മുറിക്കാം. എന്തായാലും നല്ല ചുട്ടു പൊള്ളുന്നുണ്ട് ഈ സാധനം. എന്നാലും 2 വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഒടിഞ്ഞു പോയാലും വേറെ സ്പെയറായിട്ട് ഒന്നുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചുറ്റും ഞാൻ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് ചുറ്റും ഒരു വട്ടം പോലെ, നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ തോന്നും. ഇവിടുന്ന് ഈ ഒരു ജോയിൻറ്റിൻ്റെ അവിടുന്ന് ഫുള്ള് വട്ടത്തിലൊരു ആദ്യം ചെറുതായിട്ടൊന്ന് വരയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇച്ചിരി കട്ടിക്ക് കൊടുക്കുകയാണ്. ഈ ഒരു ഏകദേശം പകുതിയൊന്നും ആയില്ല, ഒരു കാൽഭാഗമൊക്കെ മുറിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ ഈ ഒരു പോർഷൻ തന്നെ കണ്ടത് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കിനി ഇത് ഫുള്ള് മുറിച്ചെടുക്കണം. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ച അത്ര സിമ്പിളല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു 2 ആക്സൽ ബ്ലേഡ് വാങ്ങിച്ചാൽ നമുക്ക് കുറച്ചൊന്ന് മെനക്കെട്ടാൽ ഈ സാധനം മുറിഞ്ഞു വരുമെന്ന്. പക്ഷേ പിന്നെ ഏകദേശം 1/2 മണിക്കൂറായി ഇത് കിടന്ന് പണിയാൻ തുടങ്ങിയിട്ട്. കുറച്ചൊക്കെ മുറിഞ്ഞു, പക്ഷേ നല്ല ഹീറ്റാവുക ഫ്രണ്ട്സ് ഈ ഒരു ആക്സൽ ബ്ലേഡ്. മറ്റേ ഒരു സ്റ്റാൻഡ് ഇത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇച്ചിരി നല്ല, ഇത് നല്ല ഹീറ്റ് ആകുന്നതുകൊണ്ട് കൈ കുറേ കഴിയുമ്പോൾ പൊള്ളും. അപ്പോൾ അതാണ് പ്രശ്നം. എന്തായാലും നമുക്കൊന്ന് മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തുണ്ട്, ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് സംഭവം. ഈ ഒരു പടം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഒരു പിക്ചർ കാണുമ്പോഴേ നമ്മുടെ ചതിക്കാത്ത ചന്തു സിനിമയ്ക്കകത്ത് വിനീത് ഒരു പ്രേതമായിട്ട് വരത്തില്ല, തലയിലൊക്കെ ഒരു അറക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് തലയിൽ ഇങ്ങനെ വെച്ച് വരത്തില്ലേ, ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് വെച്ച് നോക്കി. വേറൊരു ആക്സൽ ബ്ലേഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഇത് വെച്ച് നോക്കി. ഒരു വേ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിൽ പോയി ഇത് എടുത്തുകൊണ്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പ്രശ്നമാകാൻ ചാൻസ്, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് സംഭവം കണ്ടിന്യൂ ചെയ്യും. എന്തായാലും നമ്മളിത് മുറിച്ചങ്ങ് കണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നൊരു ബാക്കി കാണാം, അല്ലെങ്കിൽ മഴ നനഞ്ഞ് ക്യാമറയും പോവും, ഞാനും നനയും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. 1 hour later. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫൈനലി ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കാണിക്കണം തോന്നി. കാരണം ഈ ആനയ്ക്ക് തോട്ടി അല്ലെങ്കിൽ മരം വെട്ടാൻ കോടാലി, അല്ല മരം വെട്ടാൻ നമ്മൾ അതിന് വാളെടുക്കും. അപ്പം എനിക്ക് പറ്റിയ വലിയൊരു മണ്ടത്തരമാണ്. ഞാൻ ഈ ഒരു ബോൾ മുറിക്കാൻ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഭയങ്കര കട്ടിയുള്ള എന്തോ സംഭവമാണ്. ഫുൾ അകത്ത് ഇത്രയും വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അകത്ത് മൊത്തം സംഭവം എന്നൊക്കെ വിചാരിച്ച് എന്തോ റിജിഡായിട്ടുള്ള കട്ടിയുള്ള സംഭവം വിചാരിച്ചു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച് ഒന്നുമല്ല പ്രശ്നം. ഞാൻ വീട്ടിൽ ചെന്ന് ഒന്ന് പിച്ചാത്തിയിട്ടൊന്ന് ബലം പ്രയോഗിച്ചപ്പോൾ തന്നെ ഈ സാധനം ഇങ്ങനെ പോരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ ഉദ്ദേശിച്ച ഒന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിച്ചാണോ നമുക്ക് നോക്കാം. ദെൻ ഫ്രണ്ട്സ്, ഞാൻ തുറക്കാൻ പോവാണ്. നിങ്ങൾ കണ്ടു, തേണ്ട് കണ്ടല്ലോ. ഫോക്കസ് ആവുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ തുറക്കാൻ പോവാണ്. കണ്ടല്ലോ, തേണ്ട് ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഫുള്ള് കാലിയാണ്. നോക്കിയാൽ ഫ്രണ്ട്സ്, ഫുള്ള് കാലിയാണ്, ഇതിനകത്തൊന്നുമില്ല. തേണ്ട് ഈ അടപ്പൊക്കെ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മോതിരമൊക്കെ ഇട്ട് വന്ന പെട്ടിയില്ലേ, അല്ലെ മോതിരം ഇട്ട് ചെറിയ ഡപ്പി ഉണ്ടല്ലോ, അത് തുറക്കുമ്പോൾ അകത്ത് കാണുന്നല്ലോ ഒന്നുമില്ല, ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്ത് സത്യം പറഞ്ഞാൽ ഈ സ്റ്റിച്ച് ബോർഡിൻ്റെ അകത്തൊക്കെ നിറയെ കല്ലും ചെറിയ ചെറിയ കട്ടിയുള്ള കല്ലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നുമില്ല ഫ്രണ്ട്സ്, വെറും ഫ്രീ ആണ്. അപ്പോൾ പുതിയൊരു അറിവാണ് എനിക്ക്. കാരണം ഞാൻ ഇതിനകത്ത് എന്തൊക്കെയോ കട്ടിയായിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഇത്ര പൊള്ളയാന്ന് വിചാരിച്ചില്ല.
അപ്പം നിങ്ങൾക്ക് ഇത് അറിയായിരുന്നോ അറിയത്തില്ലോ കമൻറ്റ് ചെയ്യുക. ഒരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഒരു ചെറിയ പുതിയ ഇൻഫർമേഷനാണ്. പിന്നെ എനിക്കൊരു ഗുണപാഠം ഇതിൽ നിന്ന് കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. നമുക്ക് ഉപയോഗിക്കേണ്ട ഇപ്പോൾ ഒരു ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം, അല്ലാതെ നമ്മൾ വാൾ കൊണ്ട് മരം വെട്ടാൻ പോകത്തില്ലല്ലോ. ഈ മൈൻക്രാഫ്റ്റ് ഗെയിം കളിക്കുന്നവർക്ക് അറിയാം. ഞാൻ പേഴ്സണലി നമുക്ക് ഗെയിമിംഗ് ചാനലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മരം വെട്ടാനായിട്ട് കോടാലി തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വാൾ വെച്ച് വെട്ടാൻ പോയാൽ ഇന്നെങ്ങും മരം മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെയാണ് എനിക്ക് സംഭവിച്ചത്. ഇത് മുറിക്കേണ്ടത് പിച്ചാത്തി വെച്ചായിരുന്നു, ഞാൻ മുറിക്കാൻ നോക്കിയത് ആക്സ് ബ്ലേഡ് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വന്നത്, കാരണം ഇങ്ങനെ പറഞ്ഞാൽ ഒരു തൃപ്തി വരത്തുള്ളൂ. അപ്പം പുതിയ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്. സീ യു.